നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കണ്ണൂർ പെരിങ്ങത്തൂരിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു 17കാരൻ വീട് വിട്ട് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. കത്തെഴുതി വച്ച ശേഷമാണ് 17കാരൻ നാട് വിട്ടത്. +2 വിദ്യാർത്ഥി ശിവസൂര്യയാണ് ഈ ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തിരിക്കുന്നത്. ഞാൻ കാശിക്ക് പോകുന്നു, ഇനിയുള്ള ജീവിതം അവിടെ ജീവിച്ച് ദൈവത്തോട് അലിയുമെന്ന കുറിപ്പ് എഴുതി വെച്ചാണ് വീട്ടിൽ നിന്ന് ഈ 17കാരൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഈ 17കാരൻ മൊബൈൽ ഗെയിം പതിവാക്കിയിരുന്നു. ഇത് വീട്ടുകാർ വിലക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി വീട് വിട്ട് ഇറങ്ങിയത്. ശിവസൂര്യയുടെ കയ്യിലെ ഫോണും മാതാപിതാക്കൾ വാങ്ങിവെച്ചു. സൂര്യ ഇറങ്ങുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ സമയം നോക്കിയാണ് ശിവസൂര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. 3 ദിവസം മുൻപാണ് വിദ്യാർത്ഥിയെ കാണാതായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. എന്തായാലും കുട്ടിയുടെ ഫോട്ടോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും പോലീസിൽ വിവരം അറിയിക്കുക. എന്തായാലും പിതാവ് മൊബൈൽ ഫോൺ പിടിച്ചു വച്ചതിനെ തുടർന്ന് ആ ഒരു വിഷമത്തിലാണ് ഇത്തരത്തിൽ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ പാനൂർ നഗരസഭയിലെ കരിയാട് പുളിയമ്പത്തെ 17കാരനാണ് കാണാതായത്. ഇതേ തുടർന്ന് ചൊക്ലി പോലീസിൽ കുടുംബം പരാതി നൽകി. സംഭവത്തിൽ ചൊക്ലി പോലീസ് അന്വേഷണം തുടങ്ങി. ഓൺലൈൻ ഗെയിം കുട്ടി പതിവാക്കിയിരുന്നു. പിന്നാലെ പിതാവ് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി വെച്ചു. ഈ ദേഷ്യത്തിലാണ് വിദ്യാർത്ഥി വീട് വിട്ടത്. അതേസമയം ഈ ഓൺലൈൻ ഗെയിമൊക്കെ വളരെയധികം പല കുട്ടികളെയും വല്ലാത്ത രീതിയിൽ ചതിക്കുഴിയിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഗെയിമുകളും വളരെയധികം പ്രചാരപ്പെടുന്നു. അതും കുട്ടികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ പ്രചാരപ്പെടുന്നത്. കമ്പ്യൂട്ടർ ഗെയിമുകളും പ്ലേ സ്റ്റേഷനും ഒക്കെ എത്തി. പിന്നാലെ ഇപ്പോൾ ഇത്തരത്തിൽ ഓൺലൈൻ ഗെയിമുകളും പിന്നാലെ വരികയായിരുന്നു. ഡിജിറ്റൽ ഗെയിമുകൾ ഇന്ന് ഏറെ പ്രചാരം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുള്ള ഗെയിമുകൾക്ക് തന്നെയാണ്. മൊബൈൽ ഗെയിമുകൾ പലതരത്തിലുണ്ട്. ഒരാൾക്ക് മാത്രം വളരെ എളുപ്പം കളിക്കാവുന്ന പസിലുകളും ബോർഡ് ഗെയിമുകളും ഉൾപ്പെടെ ഉള്ളവയാണ് അവയിലൊന്ന്. താരതമ്യേന അപകടകരമല്ലാത്ത കളികളാണ് ഈ വിഭാഗത്തിലുള്ളവ. കൂടുതൽ പേർക്ക് ഒരുമിച്ച് കളിക്കാവുന്നവയാണ് രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നത്. മൊബൈൽ ഗെയിമുകൾക്ക് അടിമയാകുന്നതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. എതിരാളിയോട് ഏറ്റുമുട്ടുമ്പോൾ കിട്ടുന്ന മത്സര ഭ്രാന്ത് തന്നെയാണ് അതിൽ പ്രധാനം. ഒപ്പം ഓരോ ഘട്ടവും കഴിയുമ്പോൾ കിട്ടുന്ന സ്ഥാനക്കയറ്റം, സമ്മാനങ്ങൾ, അംഗീകാരങ്ങൾ എന്നിവയെല്ലാം കൂടുതൽ പ്രോത്സാഹനമേകും. ചില കളികളിൽ നിന്ന് പണവും കിട്ടും. അതായത് കളികൾ ഒരുക്കിയിരിക്കുന്നത് കളിക്കാരെ കൃത്യമായ ഇടവേളയിൽ സന്തോഷം നൽകുകയും മുൻപോട്ട് പോകാൻ പ്രേരണ നൽകുകയും ചെയ്യും വിധമാണ്. വീട്ടുകാർക്ക് ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവർ ഏതൊക്കെ അപകടങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ അവരുടെ കാര്യത്തിൽ വയ്ക്കേണ്ടിയിരിക്കുന്നു. ജാഗ്രതയോടെ ആയിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.